നാടൻ വഴുതനങ്ങ തീയലാണ്. ഇതിന് വേണ്ടത് വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതുപോലെ അരപ്പിന് വേണ്ടത് തേങ്ങ, മല്ലി, മുളക്, ഒരു 6 വറ്റൽമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ആവശ്യാനുസരണം കൊഴുപ്പിനനുസരിച്ച് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി 6 മുതൽ 8 പീസസ്, പിന്നെ വാളംപുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം, അല്ലെങ്കിൽ ഇതിന് കറചുവ വരും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ നന്നായിരിക്കും. വഴുതനങ്ങ അരിയുമ്പോൾ അതിനകത്ത് പൾപ്പ് മാറ്റിക്കളയുക, അല്ലെങ്കിൽ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ അതിനകത്ത് കുഴഞ്ഞു പോകും. ഇനി വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കാം. അതിനുശേഷം കഴുകി വെള്ളം പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. വഴുതനങ്ങ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാൻ വെച്ച്, പാൻ ചെറുതായിട്ട് ചൂടാകുമ്പോൾ തേങ്ങ മാത്രം ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിനകത്തേക്ക് മല്ലിയും അതുപോലെ തന്നെ വറ്റൽ മുളകും ചേർത്ത് വാട്ടിയെടുക്കുക. ഇനി ഒരു അല്പാൽപ്പം ആയിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഒന്നിച്ചങ്ങ് ഒഴിക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇളം തീയിൽ വാട്ടിയെടുത്താൽ മതി കേട്ടോ. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ കറി അവസാനം ഒരു വെളുത്ത കളർ പോലെയാവും. അതിനകത്തേക്ക് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം വറുത്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കൂട്ടിയും കുറച്ചും വെച്ച് ഇടയ്ക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തൂക്കി കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത്, തൂക്കി കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ചട്ടി വെച്ച്, ഇതിനകത്താണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. കഴുകി വച്ചിരിക്കുന്ന വഴുതനങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, ഉപ്പും ചേർക്കുക, ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂട മാറ്റി ആ വഴുതനങ്ങ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സോഫ്റ്റായിട്ട് വരും. വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് കിടന്നത് വളരെ സോഫ്റ്റായിട്ട് വരും. പെട്ടെന്ന് തന്നെ വേകുകയും ചെയ്യും, പച്ചക്കറിയല്ലേ. ഈ സമയം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അല്ലെങ്കിൽ കല്ലിലോ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരിയണം, വളരെ നല്ല മഷി പോലെ അരിഞ്ഞിട്ടെടുക്കണം. ഇനി ഈ സമയത്ത് അടുപ്പ് മാറ്റി ചട്ടിക്കകത്തേക്കുള്ള വഴുതനങ്ങയ്ക്കകത്ത് നമുക്ക് പുളിയോ ചേർക്കുക. പുളി നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം, അല്പം പുളി വേണം, ഒരുപാട് വേണ്ട കേട്ടോ. ഇനി നമ്മൾ അരപ്പെടുത്ത് ഒരു പാത്രത്തിൽ അരപ്പ് കല്ലോ അല്ലെങ്കിൽ മിക്സിയോ കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് അരപ്പ് കലക്കി വഴുതനങ്ങയ്ക്കകത്തേക്ക് ചേർക്കുക. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയും ഉപ്പും നോക്കിയിട്ട് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി അധികമില്ല, നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. പച്ചക്കറിവേപ്പിലയും കൂടെ ചേർക്കുക. ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. താങ്ക് യു.